മരണഭയത്തെ പോസിറ്റീവാക്കാൻ പുത്തൻ പദ്ധതി. ശവപ്പെട്ടിയിൽ കിടന്നുകൊണ്ടുള്ള ധ്യാനമാണ് സംഗതി. സമ്മർദ്ദം കുറയ്ക്കാനും മനസമാധാനം കണ്ടെത്താനും വേണ്ടി ജപ്പാനാണ് ഈ ഒന്നൊന്നര മാർഗത്തിന് പിന്നിൽ. ജപ്പാനിലെ ടോക്കിയോ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇപ്പോൾ ഈ മരണഭയത്തെ പോസിറ്റീവാക്കി മാറ്റുന്ന ഈ ഒരു രീതി കൂട്ടമായിട്ട് ആളുകൾ നടപ്പിലാക്കുന്നുണ്ട്. കനോഗോയിൻ എന്നാണ് ഈ പുതിയ വെൽനസ് ട്രെൻഡിന് പേരിട്ടിരിക്കുന്നത്. സാധാരണ ശവപ്പെട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല കളർ ഡിസൈനുകളിലാണ് ഇവ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 30 മിനിറ്റിൽ നേരത്തെങ്കിലും ഒരാൾക്ക് ഈ ശവപ്പെട്ടിക്കുള്ളിൽ ധ്യാനിക്കാനുള്ള സമയം നൽകി വരുന്നു. വേണമെങ്കിൽ ശവപ്പെട്ടിയുടെ മൂടി പൂർണ്ണമായും അടച്ചോ അല്ലെങ്കിൽ അല്പം തുറന്നിട്ടോ ആണ് ധ്യാനം. ഉള്ളിൽ കിടക്കുന്നവർക്ക് സോഫ്റ്റ് മ്യൂസിക്കും അല്ലെങ്കിൽ സീലിംഗ് തെളിയുന്ന മനോഹരമായ ചിത്രങ്ങളും ആസ്വദിക്കാനുള്ള സൗകര്യമടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ശവപ്പെട്ടി തയ്യാറാക്കുന്നത്. ഈ മരണധ്യാനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ വില മനസ്സിലാകാൻ സാധിക്കുമെന്നാണ് ഈ ധ്യാനത്തിൽ പങ്കെടുത്തവർ പറയുന്നത്. ശവപ്പെട്ടിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ തങ്ങൾ വീണ്ടും ജനിച്ചതായി തോന്നുന്നു എന്നും പലരും അഭിപ്രായപ്പെടുന്നു. ഏകദേശം 2000 യെൻ, അതായത് 1100 രൂപയോളം വരുന്ന രീതിയിലാണ് ഓരോ സെഷനുകളും സംഘടിപ്പിക്കുന്നത്.